ആദ്യം ലൊക്കേഷനിൽ പോയിട്ട് ലേഔട്ടിൽ പോയിട്ട് ലൊക്കേഷൻ നമ്പർ കോപ്പി ചെയ്യാം. U2701 മേലെ കോപ്പി ആയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക്കിലോട്ട് പോവാം. ഇവിടെ വന്നിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, പേസ്റ്റ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. ഇതാണ് ചാർജിങ്. അപ്പം നമ്മളിവിടെ പറയുന്നത് ഒന്നാമത്തെ കാലിലോട്ടാണ് USB ഇനി വരുന്നതിനുള്ളതാണ്. ഓൾറെഡി നമുക്ക് അവിടെ സ്റ്റിമാറ്റിക് ഇല്ലാതെ നമുക്ക് അത് അറിയില്ല. അപ്പോൾ ഒന്നാമത്തെ കാലം നമുക്ക് മനസ്സിലായി. 1 ഉണ്ട്, 9 ഉണ്ട്, 18 ഉണ്ട്, 26 ഉണ്ട്, 35 ഉണ്ട്, 43 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ നമുക്ക് ആവശ്യമുള്ള. ഇനി ഇത് ആവശ്യമുണ്ടോ? ഇത് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ ഓപ്ഷനിലോട്ട് പോവാം. IC കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ ബസ് ചെക്ക് ചെയ്യേണ്ടതിനുള്ളത് കിട്ടി അല്ലേ. ഇവിടെ വന്നിട്ട് 5 വോൾട്ട് ചാർജ് കണക്ട് ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് 4 പോയിന്റ് കറക്റ്റ് അനങ്ങാണ്ടൊക്കെ വോൾട്ടേജ് ഓക്കെ ആണ് അല്ല. നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ചാർജിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ ആദ്യം അടുത്ത ചെക്ക് ചെയ്യേണ്ടതാണ്. ബസ് വന്നു കഴിഞ്ഞാൽ അടുത്ത് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ചാർജിങ് ഐസി ഓക്കെ ആണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെക്ക് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ എടുത്തതാണ് PMID. അപ്പോൾ നമുക്കിവിടെ PMID ഏതിനുള്ളത്? ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുക. MID ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റിമാറ്റിക്കിലോട്ട് പോവാം. 2, 10, 19, 27, 36, 44, 52. നമ്പർ കണ്ടല്ലോ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാക്കി സെലക്ട് ആവും. ബാക്കി ആ കപ്പാസിറ്റി ഉള്ളത് മനസ്സിലായാ? അതിൻ്റെ നേരെ താഴെ അവിടെ എന്ത് കിട്ടണോ? ഇപ്പം ചെക്ക് ചെയ്ത സെയിം വോൾട്ടേജ് കിട്ടണം. ഇല്ല അനങ്ങാൻ പാടില്ല. 4.9 അത് ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇപ്പം നമ്മളിവിടെ ഇനി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ചാർജിങ് IC ഓക്കെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി.